ലാസ്റ്റ് വിസയൊന്നും പോകാൻ പറ്റിയില്ല. പറ്റിക്കപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിൽ പറ്റിക്കപ്പെട്ടു എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെയാണ് എനിക്കും അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു, നമ്മുടെ നാട്ടിൽ നിന്ന് രക്ഷപ്പെടണം. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് പൈസ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. ഒട്ടുമിക്ക ആൾക്കാരും കുവൈറ്റ് അതേപോലെ മിഡിൽ ഈസ്റ്റ് പോലത്തെ കൺട്രീസിൽ വരുന്നത്, അല്ലാണ്ട് ഇവിടുത്തെ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ജീവിതം എന്നും സഹിക്കാമെന്നല്ല. നമ്മളെപ്പോഴും നമ്മുടെ നാട് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ഏത് കൺട്രിയിൽ ചെന്നാലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ കുട്ടികളും അതുപോലെ തന്നെ നമ്മുടെ പാരൻസൊക്കെ ആയിട്ട് ജീവിക്കുന്നത്. ഇനി അതിൻ്റെ പുറകെയായിരുന്നു. അങ്ങനെ ഒരു 15 ലക്ഷം രൂപയൊക്കെ പോയില്ല, ഒരു 1.5 വർഷമൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ച് കിട്ടിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ മിഡിൽ ഈസ്റ്റിലേക്ക് ഒരു ജോലി കണ്ടെത്താം. മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ കുവൈറ്റോ ദുബായിയോ എങ്ങനെ നമുക്കൊരു ജോലി കണ്ടെത്താം എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ എങ്ങനെ എത്തി, എൻ്റെ ജോബിൽ എങ്ങനെയാണ് ഞാനിവിടെ എത്തിയ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏകദേശം ഒരു 9 ഇയേഴ്സോളം എക്സ്പീരിയൻസ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും നാൾ നാട്ടിൽ നിന്നത്. പിന്നെ പുറത്തേക്ക് അങ്ങനെ പൊതുവേ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു മുന്നേയും പുറത്ത് നോക്കാനുള്ളത്. ഇപ്പോൾ എയർലൈൻ ഫീൽഡിലായതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് ടിക്കറ്റൊക്കെ ഫ്രീ ആയിരുന്നു. സോ പല നാടുകളിലേക്കും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നാട്ടിലിരിക്കുമ്പോൾ തന്നെ. പക്ഷെ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല. നമ്മുടെ നാട് തന്നെയാണ് ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നടന്നിരുന്ന കാലങ്ങളായിരുന്നു. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് എന്താ പറയുക, കുറേ പ്രശ്നങ്ങളൊക്കെ വന്നു, അറിയാലോ, ഒരു ട്രെൻഡ്, ഒരു വ്യത്യാസം വന്നു. അങ്ങനെയാണ് പുറത്തേക്ക് യൂറോപ്പിലേക്ക് പോകാമെന്നുള്ളൊരു സ്വപ്നം വന്നത്, അല്ലെങ്കിൽ UK പോകാനുള്ള, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ UK പോകാനുള്ളൊരു സംഭവം നമുക്ക് വന്നത്. അങ്ങനെ UK പുറകെയായിരുന്നു കുറേ നാളുകൾ, 2023 2022 കാലഘട്ടങ്ങളിൽ അതിൻ്റെ പുറകെയായിരുന്നു. അങ്ങനെ ഒരു 15 ലക്ഷം രൂപയൊക്കെ പോയില്ല, ഒരു 1.5 വർഷമൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ച് കിട്ടിയായിരുന്നു. നാട്ടുകാരുടെയും വീട്ടുകാരുടെയൊക്കെ വെറുപ്പിച്ച്, കാരണം 10-15 ലക്ഷം രൂപയൊക്കെ ഒപ്പിച്ച് കൊടുത്ത് നമ്മൾ. പക്ഷേ ലാസ്റ്റ് വിസയൊന്നും പോകാൻ പറ്റിയില്ല. പറ്റിക്കപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിൽ പറ്റിക്കപ്പെട്ടു എന്ന് വേണമെങ്കിലും പറയാം. പക്ഷേ പൈസയൊക്കെ നമുക്ക് തിരിച്ചു കിട്ടിയായിരുന്നു. 1.5 വർഷത്തോളം നമ്മുടെ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ UK പാറിപ്പറന്നു പോയി. അവിടെ പോയി രക്ഷപ്പെടാം എന്നൊക്കെയുള്ള രീതിയിൽ ജോലിക്ക് വേണ്ടി പൈസ കൊടുത്തായിരുന്നു. സീനിയർ കെയർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചെറിയ വിസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ആ ഒരു 1.5 വർഷം തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. എങ്ങനെയൊക്കെ എവിടെയൊക്കെ പോകാൻ പറ്റും, എങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരു സ്ഥലത്ത് ജോലി കിട്ടുന്ന വിസ കാര്യങ്ങൾ, വിസ റൂൾസ്. പൊതുവേ എയർലൈൻ ഫീൽഡായതുകൊണ്ട് നമുക്ക് വിസ റൂൾസ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമായിരുന്നു. കാരണം നമ്മളെ ഡ്യൂട്ടി അതായിരുന്നല്ലോ. സോ അതുകൊണ്ട് ചെറിയൊരു ആഗ്രഹങ്ങളുണ്ടായിരുന്നു ഇങ്ങനെ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അങ്ങനെ പോളണ്ടിൻ്റെ പുറകെ കുറച്ച് ആൾ പോയി. പിന്നെ സ്ലോവേക്കിയ, ലിത്വാനിയ, അങ്ങനത്തെ ഒരുപാട് യൂറോപ്പിൻ്റെ കുറേ സംഭവങ്ങളിലേക്ക് എങ്ങനെയൊക്കെ ജോലിക്ക് പോകാം. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്കാം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് പൈസ നമ്മുടെ നേരത്തെ പോയത് കൊണ്ടും ഈ പറഞ്ഞ പോലെ പൈസ തിരിച്ചു കിട്ടിയായിരുന്നു. പക്ഷേ അതിനടുത്ത ലോണുകളും കാര്യങ്ങളും അതിൻ്റെ പുറകെ റോളിങ്ങും കാര്യങ്ങളായിട്ട് നമുക്ക് ഒരുപാട് പൈസ ലോസായി, സമയം ലോസായി. പറയണ്ട, നാട്ടുകാരും വീട്ടുകാരൊക്കെ എന്താ പറയുക, പുച്ഛിക്കാൻ തുടങ്ങി. കുറേ നാളിങ്ങനെ എടുത്തു കൊടുത്ത് എന്താ പോകുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനത്തെ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ യൂറോപ്പിലേക്ക് പോകാൻ വേണ്ടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നടക്കണില്ല. ഒരുപാട് നോക്കിയായിരുന്നു, നടന്നില്ല. പിന്നെ അൺസ്കിൽഡ് ജോബുകളാണ് കൂടുതലുള്ളതും. അതിനെങ്കിലും കയറി പോകാമെന്ന് വിചാരിച്ചിട്ടും ഒരൊറ്റ നല്ല ഏജൻസിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആരും ചോദിച്ചിട്ടാണെങ്കിൽ ഏജൻസിയുടെ പേര് പോലും ഒന്നും നമ്മളോട് പറയുന്നില്ല. കുറേ പേരെയൊക്കെ പോയി കണ്ടു, അത് നമുക്ക് വിശ്വാസമില്ല. കാരണം നമുക്ക് ഒരു പ്രാവശ്യം അമളി പറ്റിയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ എൻ്റെ പൊതുവേ ഞാൻ ചെയ്തിരുന്ന ജോലിയിലല്ലായിരുന്നു. ഒരു കൊറോണ കഴിഞ്ഞ പിന്നെ ഞാൻ ഏവിയേഷൻ വിട്ടായിരുന്നു. ഏവിയേഷൻ വിട്ട് ഞാൻ വേറൊരു ജോലിക്ക് ബിസിനസ്സിലേക്ക് പോയായിരുന്നു. സോ അവിടെ 2021 ഞാൻ എൻ്റെ ജോലി വിട്ടതിന് ശേഷം ഞാൻ പിന്നെ വീണ്ടും ഗൾഫിലേക്ക് നോക്കാമെന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഇങ്ങനെ നോക്കി തുടങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനൊരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് കൊച്ചിയിൽ, ഏജൻസി വഴിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പൈസയൊക്കെ കൊടുക്കണോടാ എങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, പൈസ ഒന്നുമില്ല, ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ്.
അങ്ങനെയാണ് നമ്മുടെ ഏജൻസിയിൽ ഞാൻ കോണ്ടാക്ട് ചെയ്യുകയും അവിടെ നിന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഞാനിപ്പോൾ നിലവിൽ ഇവിടെ വരികയും ചെയ്തത്. ഭയങ്കരമായിട്ടുള്ള സാലറി പാക്കേജസും കാര്യങ്ങളും ഒന്നുമില്ല, പക്ഷെ എന്നാലും നമുക്ക് നാട്ടിൽ നിന്ന് പോകണം, കുറച്ച് പൈസയൊക്കെ എടുക്കണം, ഉണ്ടാക്കണം എന്നുള്ളൊരു സ്വപ്നത്തിലാണ് നമ്മളിവിടെ വന്നത്. ഓക്കെ, സോ ആ ഏജൻസിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ താഴെ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ അവർ ശരിക്കും മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഏജൻസിയാണ്. ഒരുപാട് പേരൊക്കെ അവരിൽ കൂടി ഇവിടെ വന്നിട്ടുണ്ട്, പേഴ്സണലി എനിക്കറിയാവുന്നവരുമാണ്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് പൂർണ്ണമായിട്ട് കണ്ടാലും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ആരെയും റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം ഞാൻ തന്നെ പെട്ടുപോയതാണ് ഒരു തവണ. അതും എൻ്റെ ഫ്രണ്ടാണ്. അവൻ വിശ്വസിച്ച് ഞാൻ കൊടുത്ത പൈസയാണ്, പക്ഷെ അവൻ പറ്റിച്ചോ എന്ന് ചോദിക്കുന്നത് എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന്. ലാസ്റ്റ് അവനെന്തായാലും പറ്റിക്കില്ല എന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ആയിരിക്കാം ചിലപ്പോൾ പല ഏജൻസികളും. നല്ല ഏജൻസികളുണ്ട്, അതുപോലെ തന്നെ സ്കാം ചെയ്യുന്ന ഏജൻസികളുണ്ട്. അവൻ എൻ്റെ കൂട്ടുകാരനെ 2-3 പേരെ കയറ്റി വിട്ടിട്ടുണ്ട് UK കേട്ടോ. സോ നല്ല ആൾ തന്നെ ആയിരുന്നു. പക്ഷേ ഈ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, നമ്മുടെ ഒരു ലക്കനുസരിച്ചൊക്കെ ഇരിക്കും ഈ പറഞ്ഞ പോലെ പുറത്തൊക്കെ പോകാമെന്നുള്ളത്. സോ നിങ്ങളും ഏജൻസിയൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ തരത്തിൽ അവർ എത്തിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എപ്പോഴും ഒരു ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. നമ്മളും കൂടി ഒന്ന് റിസർച്ചും കാര്യങ്ങളൊക്കെ എടുക്കുക. ഞാനിവിടെ എന്തായാലും ഒന്ന് ഇരിക്കാം, കുറേ നേരം ഒരു വട്ടം ചുറ്റണം. സോ ഫസ്റ്റ് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈല് ഒന്ന് നല്ലതാക്കി. ആദ്യം ലിങ്ക്ഡിൻ എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. ലിങ്ക്ഡിനിലൂടെ ഈസി അപ്ലൈ എന്നുകൊണ്ടൊരു മെത്തേഡ് ഉണ്ടായിരുന്നു. ഞാൻ 2-3 തവണ ഇവിടെ കിട്ടിയതിന് ശേഷം എനിക്കൊരു കമ്പനിയിൽ കോൾ വന്നായിരുന്നു കേട്ടോ. ദുബായിൽ ഒരു കമ്പനിയിൽ എനിക്ക് ലിങ്ക്ഡിനിലൂടെ കോൾ വന്നായിരുന്നു. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ സാലറി കമ്പാരിറ്റീവ്ലി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം സാലറി തന്നെയായിരുന്നു. പിന്നെ ദുബായ് ആയിരുന്നു, പക്ഷേ ഞാൻ ചൂസ് ചെയ്തില്ല. കാരണം അതെൻ്റെ ഫീൽഡല്ലായിരുന്നു, വേറൊരു ഫീൽഡായിരുന്നു. മാർക്കറ്റിങ്ങിൻ്റെ ഒരു സെയിൽസിൻ്റെ ഒരു ഫീൽഡായിരുന്നു. കാരണം എനിക്ക് സെയിൽസിലും കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളതുണ്ടാകും. അപ്പോൾ ഈ CV കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. CV നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CV ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ATS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം എന്നൊരു പരിപാടിയുണ്ട്. അതിവിടെ ദുബായ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ കുവൈറ്റ് ആണെന്നുണ്ടെങ്കിലും എല്ലാ ഒട്ടുമിക്ക എല്ലാ ഡെവലപ്ഡ് കൺട്രീസും ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമേഴ്സും കാര്യങ്ങളാണ് ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരുപാട് പേരിങ്ങനെ പറയുന്നുണ്ടാവും ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലാണെങ്കിൽ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമേ ഞങ്ങൾ ഉണ്ടാക്കി തരാം, പൈസ കൊടുത്തൊന്നും ചെയ്യേണ്ട. ATS ഫ്രണ്ട്ലി എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. അതായത് സിമ്പിളായിട്ടുള്ള റെസ്യൂമെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെസ്യൂമേ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മൈ പെർഫെക്റ്റ് റെസ്യൂമേ എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ പോവാം. അതിന് ശേഷം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ കുറേ ടെംപ്ലേറ്റ്സും ഏത് രാജ്യത്തേക്കാണ് നിങ്ങൾ പോകുന്നത്, അപ്പോൾ ആ കറക്റ്റുള്ള രാജ്യത്തിലേക്ക് വേണ്ടിയിട്ടുള്ള കറക്റ്റ് ടെംപ്ലേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് തരും. അതിൽ തന്നെ ATSൽ എത്ര നമുക്കിപ്പോൾ 100 ഔട്ട് ഓഫ് എത്ര മാർക്ക് നമുക്ക് കിട്ടും എന്നൊക്കെ അതിൽ കാണിക്കും. സോ എനിക്ക് തോന്നുന്ന 299 റുപ്പീസോ 199 റുപ്പീസോ അങ്ങനെയൊക്കെ ഉള്ളൂ ഒരു 7 ഡേയ്സിലേക്കൊക്കെ നമുക്കുള്ളൂ. ഈ 7 ഡേയ്സിലേക്ക് എടുത്തു കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ 7 റെസ്യൂമേ 100 റെസ്യൂമേ 50 റെസ്യൂമേ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. 7 ഡേയ്സ് നമുക്ക് കിട്ടും. എത്ര വേണമെങ്കിലും ഇപ്പോൾ ഒരു 10 പേര് നിങ്ങളൊരു പിരിവിട്ടാണെന്നുണ്ടെങ്കിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20 രൂപയൊക്കെ ഒരാൾക്ക് വരുന്നേ ഉള്ളൂ. 7 ഡേയ്സ് നമുക്ക് കിട്ടും. അപ്പോൾ 7 ഡേയ്സ് കൊണ്ട് നമുക്ക് റെസ്യൂമേ ക്രിയേറ്റ് ചെയ്താൽ മതി. കവർ ലെറ്ററും അതിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ മൈ പെർഫെക്റ്റ് റെസ്യൂമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതിലൂടെയൊക്കെ റെസ്യൂമേ ഉണ്ടാക്കിയതിന് ശേഷമാണ് എനിക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ലിങ്ക്ഡിനിലായാലും എനിക്ക് റെസ്പോൺസൊക്കെ കിട്ടി തുടങ്ങിയത്. ഈ പറഞ്ഞ പോലെ തന്നെ ഇനിയും ട്രൈ ചെയ്യുമ്പോൾ എനിക്ക് ഒരു കോൺഫിഡൻസ് ഉള്ളതും ഈ പറഞ്ഞ പോലെ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമേ എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ്. നമുക്കത് വ്യത്യാസം കാണാൻ പറ്റും കേട്ടോ ATS ഫ്രണ്ട്ലി റെസ്യൂമേൽ. കാരണം അത് സിമ്പിളായിരിക്കും. എൻ്റെയൊക്കെ 2-3 പേജൊക്കെ ഉണ്ടായിരുന്നു ഒരു റെസ്യൂമേ. പിന്നെ ഈ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമേ കണ്ട് പരിചയപ്പെട്ടിട്ട് മനസ്സിലായത് ആരും നമ്മളെ റിക്രൂട്ടേഴ്സും കയ്യിൽ ഈ സാധനം എത്തിക്കഴിഞ്ഞാലല്ലേ നമുക്ക് നമ്മുടെ റെസ്യൂമേ അവർക്ക് വായിച്ച് ഇവൻ അടിപൊളിയാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇതൊന്നും എത്തുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റോ സോഫ്റ്റ്വെയറോ വാട്ടെവർ ആ ഒരു സംഭവം നമ്മളുടെ
റെസ്യൂമ് ഒരുപാട് റെസ്യൂമ്, ഒരു 1000 റെസ്യൂമ് ഇത് ഫിൽട്ടർ ചെയ്യും ഇവർക്ക് കീവേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൊരു വീഡിയോ സെർച്ച് ചെയ്യുമ്പോൾ കീവേഡ്സ് ഒക്കെ വെച്ചിട്ടാണ്, ഇപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തുന്ന ഒരു കീവേഡ് വെച്ചിട്ടായിരിക്കും. അതുപോലെ തന്നെ ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്ന സെയിം സിസ്റ്റം തന്നെയാണ്. അവരുടെ കീവേഡ്സും കാര്യങ്ങളൊക്കെ അവർ നോക്കും. അല്ലെങ്കിൽ ഇത്ര പേജുള്ളവർ അവർ എടുക്കുന്നില്ല, ഇപ്പം 3 പേജുള്ളതാണെങ്കിൽ അവർ റിജക്റ്റ് ചെയ്യും. അങ്ങനെ ഒരുപാട് കീവേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഈ ഒരു സംഭവം വെച്ചിട്ട് അവർ റിജക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ എത്ര അയച്ചു കഴിഞ്ഞാലും, എവിടെയൊക്കെ അയച്ചു കഴിഞ്ഞാലും നമ്മുടെ റെസ്യൂമേ അവരുടെ HR കയ്യിലെത്തുന്നില്ല. അതാണ് വിഷയം. അപ്പോൾ അതിനെ ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പോൾ അതിനെ ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ കീവേഡ്സ്, അവരെന്താണോ ആഗ്രഹിക്കുന്നത് ആ കീവേഡ്സ് വെച്ചിട്ട് നമ്മൾ റെസ്യൂമേ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവരുടെ ഇതിലേക്ക് എത്തുന്നു. എനിക്ക് 100% ഉറപ്പാണ്, എനിക്കങ്ങനെ എത്തിയിട്ടുമുണ്ട്. നമ്മൾ വെറുതെ ചുമ്മാ ഒരു റെസ്യൂമേ എല്ലാവർക്കും ഒരു റെസ്യൂമേ വെച്ച് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. അവർ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ലിങ്ക്ഡിനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ റെസ്പോൺസിബിലിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ട് താഴ്ത്ത് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ റോൾ ജോബ് റിക്വയർമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കീവേഡ്സ് തന്നെ നമ്മുടെ റെസ്യൂമേയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു സിസ്റ്റം, ഈ ATS എന്ന് പറഞ്ഞ സിസ്റ്റം നമ്മളുടെ റെസ്യൂമേനെ സ്ക്രീൻ ചെയ്ത് പാസ്സാക്കി അവരിലേക്ക് എത്തിക്കും. അവരത് കാണും. പിന്നെ അതിന് ശേഷം ഒരു സ്ക്രീനിങ്, ഷോർട്ട് ലിസ്റ്റ്, അതിനുശേഷം നമ്മൾ ഇൻ്റർവ്യൂ വിളിക്കും. അങ്ങനെയൊക്കെയാണ് എല്ലാ ഒട്ടുമിക്ക വലിയ കമ്പനികളും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം അങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ടും ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിലേക്കൊക്കെ പൈസ കൊടുത്തോ, അല്ലെങ്കിൽ ഒരുപാട് പേര് 2-3 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് വരുന്നവരുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ പറയുന്നില്ല പൈസ ഒന്നും കൊടുത്ത് എന്താ പറയുക വരരുതെന്നൊന്നും പറയാനൊന്നുമില്ല. കാരണം ഓരോരുത്തരുടെ സാഹചര്യങ്ങളാണ് ഓരോരുത്തരെ പല സ്ഥലത്തും എത്തിച്ചിട്ടുള്ളത്. പൈസ കൊടുത്ത് വന്ന ആൾക്കാരും ഒരുപാട് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും പറയുന്നില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യുക. ഇപ്പോൾ യൂറോപ്പിലേക്കാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഏജൻസികളുണ്ട്. ഇപ്പം തന്നെ ഒരുപാട് കോൺടാക്ട് ചെയ്ത് ഞാൻ ഒരുപാട് ഏജൻസിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് സ്റ്റിൽ യൂറോപ്പിലേക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെയുള്ള ഒട്ടുമിക്ക ഏജൻസികൾ തന്നെയാണ് ഇവിടെയും എവിടെയാണെന്നുണ്ടെങ്കിലും ഏജൻസികളൊക്കെ തന്നെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നല്ല നല്ല ഏജൻസികളൊക്കെ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട്, വൈഫിന് വേണ്ടിയിട്ടും നമ്മൾ കുറേ ഇങ്ങനെ വൈഫിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ഏജൻസി സെർച്ച് ചെയ്തപ്പോൾ കണ്ട ഏജൻസികളും ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശ്രദ്ധിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വരുമ്പോഴുള്ള പ്രശ്നങ്ങളും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കുവൈറ്റിലാണെന്നുണ്ടെങ്കിലും പല രാജ്യങ്ങളും നമുക്കിപ്പോൾ ഒരു ജോലി കിട്ടിയെന്ന് വിചാരിക്കുക. ജോലി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കുവൈറ്റിൽ എൻ്റെ ഒപ്പം ഇൻ്റർവ്യൂ കഴിഞ്ഞ 10 പേരിൽ 3 പേരെ ഇവിടെ എത്തിയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഓരോ പ്രശ്നങ്ങൾ കൊണ്ട് വിസ വന്നില്ല. ചിലവർക്ക് വിസ വന്നില്ല, ചിലവർക്ക് വിസ വന്നവർക്ക് മെഡിക്കൽ പാസ്സായില്ല. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളോടുകൂടി കുറേ ലക്കുകളൊക്കെ വേണം നമുക്കൊരു സ്ഥലത്ത് എത്തണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ പെട്ടെന്നൊരു ജോലി കിട്ടി, എവിടെയായാലും നിങ്ങൾക്കൊരു യൂറോപ്പിലാണെങ്കിലും വർക്ക് പെർമിറ്റ് കിട്ടി, അല്ലെങ്കിൽ ഒരു വിസ കിട്ടിയെന്ന് വെച്ചിട്ട് നമുക്ക് ചിലപ്പോൾ വിസയിലുള്ള എക്സാം പാസ്സാകണമെന്നില്ല, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ പറ്റും. ഇതൊരു ലക്ക് പോലെ ഇരിക്കും. അപ്പോൾ എല്ലാം നമ്മൾ സഹിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുക. പിന്നെ ഏതെങ്കിലും ഒരു കൺട്രിയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ബാക്കിലേക്ക് നമ്മൾ ചിന്തിച്ച് നോക്കാം. എന്തൊക്കെ പ്രശ്നങ്ങളോടുകൂടി നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മളിവിടെ വന്നിട്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ചിലപ്പോൾ ഇവിടെ വന്നിട്ട് ഒരുപാട് ജോലി കൂടുതലായിരിക്കാം, നമുക്ക് സാലറി കുറവായിരിക്കാം. പക്ഷെ നമ്മളിവിടെ വരുന്നത് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മാക്സിമം ഇവിടെ നിന്ന് വർക്ക് ചെയ്യുക, മാക്സിമം നമുക്ക് സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ നാട്ടിൽ ഇപ്പോൾ കൊച്ചുങ്ങളെയും നാട്ടിലെല്ലാവരും വിട്ടിട്ടായിരിക്കും നമ്മളെല്ലാവരും വരുന്നത്. എല്ലാവരും അങ്ങനെ തന്നെ, എല്ലാ പ്രവാസികളും അങ്ങനെ തന്നെയാണ്. ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടാവും, ഒരുപാട് കടങ്ങളുണ്ടാവും. കടങ്ങളൊന്നും ഇല്ലാതൊന്നും ആരും ഇവിടെ വരാൻ ശ്രമിക്കില്ലല്ലോ. പിന്നെ കടങ്ങളും ഇല്ലെങ്കിലും തന്നെ നമുക്കൊരു കടമില്ലാത്ത ഒരാളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഭാവിയിൽ ഇത്ര പൈസ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞാൽ തന്നെയാണ്, പൈസക്ക് വേണ്ടി തന്നെയാണ് ഒട്ടുമിക്ക ആൾക്കാരും കുവൈറ്റ് അതേപോലെ മിഡിൽ ഈസ്റ്റ് പോലത്തെ കൺട്രീസിൽ വരുന്നത്. അല്ലാണ്ട് ഇവിടുത്തെ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ജീവിതം എന്നും സഹിക്കണമെന്നല്ല. നമ്മളെപ്പോഴും നമ്മുടെ നാട് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ഏത് കൺട്രിയിൽ ചെന്നാലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ കുട്ടികളും അതുപോലെ തന്നെ നമ്മുടെ പാരൻസൊക്കെ ആയിട്ട് ജീവിക്കുന്നത്. ഇനി യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും പോകുന്ന കാനഡയിലേക്കും പോകുന്ന ആൾക്കാരുടെ വ്യത്യാസമുണ്ട്. കാരണം അവർ ഫാമിലി ആയിട്ടൊക്കെയാണ് പോകുന്നത്. സോ അതിൻ്റേതായ വ്യത്യാസങ്ങളും കാര്യങ്ങളും. അതുകൊണ്ടാണ് ഞാനും UK പോകാമെന്ന് വിചാരിച്ചത്, ഫാമിലി ആയിട്ട് പോകാം. ഇനിയുള്ള സ്വപ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു നാട്ടിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഫാമിലി ആയിട്ട് സെറ്റിൽ ആവുന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ മാക്സിമം ട്രൈ ചെയ്യുക. ഇപ്പോൾ ലിങ്ക്ഡിൻ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ സ്കാമിലൊന്നും പെടാതെ ശ്രദ്ധിക്കുക. ആദ്യം തന്നെ പൈസയൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുക. പിന്നെ ഇവിടെ പൊതുവെ
വേക്കൻസികൾ കൂടുതൽ വരുന്നത് ഓയിൽ പരമായിട്ടുള്ള സംഭവങ്ങൾക്കും പിന്നെ നേഴ്സുമാർക്ക് വരാറുണ്ട്. പിന്നെ ഞങ്ങളുടെ ഫീൽഡിലും ഒരുപാട് വേക്കൻസി വരാറുണ്ട്. എയർലൈൻ ഫീൽഡിൽ ഒരുപാട് വേക്കൻസികൾ വരാറുണ്ട്. ദുബായിലായാലും മറ്റുള്ള ഏജൻസികളായാലും വരാറുണ്ട്. പിന്നെ നെസ്റ്റോ, മാർക്ക് ആൻഡ് സേവ്, പിന്നെ അതുപോലെ തന്നെ ഗ്രാൻഡിലൊക്കെ ഒരുപാട് പേരെ സെയിൽസ്മാൻമാരെയൊക്കെ എടുക്കാറുണ്ട്, അക്കൗണ്ട്സിലൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. അവരുടെയൊക്കെ ഡീറ്റെയിൽസിലൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കാണാറുണ്ട്. മാക്സിമം നിങ്ങൾ തന്നെ സെർച്ച് ചെയ്യാം ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്താണ് കാര്യങ്ങളുള്ളത്. എന്നിട്ട് സാലറിയൊക്കെ ഒട്ടുമിക്ക വരുമയൊക്കെ കയറി വരുമയൊക്കെ എല്ലാ സ്ഥലത്തും കുറവായിരിക്കും. സോ അതൊക്കെ നോക്കിയിട്ട് സാലറി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ, നിങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടുമോ, അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ പൈസയൊക്കെ ചോദിക്കാം അവരുടെ സർവീസ് ചാർജസ് ഒക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഞങ്ങളുടെ കമ്പനി ചെറിയ സർവീസ് ചാർജസ് എന്നൊക്കെ പറഞ്ഞ് പൈസയൊക്കെ ചോദിച്ചായിരുന്നു. വലിയ എമൗണ്ട് ഒന്നല്ല, ചെറിയൊരു എമൗണ്ട്. നമ്മളുടെ ചിലപ്പോൾ ഒരു മന്തിൽ എൻ്റെയൊക്കെ സാലറിയുടെ ഒരു 50%, ഫസ്റ്റ് സാലറിയുടെ 50% ഒക്കെയാണ് അവർ സർവീസ് ചാർജായിട്ട് ചോദിച്ചത്. അങ്ങനത്തെ സർവീസ് ചാർജൊന്നും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാം അറിഞ്ഞ് വരിക. എല്ലാവർക്കും ഇപ്പോൾ നാട്ടിൽ നിന്ന് രക്ഷപ്പെടണം, അതാണ് ഇപ്പോൾ എല്ലാവരുടെയും ചിന്താഗതി. നമ്മുടെ നാടിൻ്റെ പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ചിലപ്പോൾ അങ്ങനെയാണ്. എനിക്കും അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു, നമ്മുടെ നാട്ടിൽ നിന്ന് രക്ഷപ്പെടണം. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് പൈസയൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഒരു മിനിമം സാലറി വേജ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നാട് വിട്ടൊന്നും ആരും പോവില്ല. നാട് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ ലിങ്ക്ഡിൻ പ്രൊഫൈൽസൊക്കെ നല്ല രീതിയിൽ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ യൂട്യൂബിലുണ്ട്. എന്തായാലും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നല്ലൊരു നാളെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുവാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ജോലിയൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ട് അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുക. എല്ലാവരും രക്ഷപ്പെടട്ടെ. ഓക്കെ, ബൈ ബൈ. സീ യു അഗെയിൻ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.